സ്നേഹമുള്ള സഹോദരങ്ങളെ, മാർച്ച് 23 ഞായർ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 21 അധ്യായം 33 മുതൽ 44 വരെയുള്ള തിരുവചനങ്ങൾ. മുന്തിരിത്തോട്ടവും കൃഷിക്കാരും, ഇതാണ് കർത്താവ് പറയുന്ന ഉപമ ഇവിടെ വിശുദ്ധ മത്തായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിശ്വസ്തനായ ഒരു സേവകൻ്റെ ജീവിത സമർപ്പണത്തെയാണ് ഇവിടെ ആവശ്യപ്പെടുക. അതായത് ഈ സുവിശേഷം നമ്മെ സൂചിപ്പിക്കുന്നത് ദൈവത്തിന് തൻ്റെ ജനത്തോടുള്ള ബന്ധം, ഇസ്രായേൽ ജനതയുടെ ചരിത്രം മുഴുവനും കൂടെ നമ്മുടെ മുമ്പിൽ വിവരിക്കുകയാണ്. ഇസ്രായേൽ മക്കൾ ദൈവജനമാണ്, ദൈവത്തിൻ്റെ ജനമാണ്. ആ ദൈവജനവുമായിട്ട് നല്ല ബന്ധമാണ് ദൈവം കാത്തു സൂക്ഷിക്കുന്നത്. ആ കാര്യം നമ്മെ ഒരു ഉപമ വഴി യേശു പറയുകയാണ്. അപ്പോൾ ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നും ദൈവത്തിന് നമ്മോട് ബന്ധം പ്രകടിപ്പിക്കാൻ എപ്പോഴും ആഗ്രഹമാണെന്നും ഈ ഭൂമിയിൽ അങ്ങനെയാണ് ദൈവം മക്കളെ പോലെ നമ്മെ കാണുന്നതെന്നും ഒരു ക്രിസ്ത്യാനി മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഈ ഉപമയിലൂടെ വിവരിച്ചു വരുന്നത്. ഉടമ അവിടെ പറയുന്നുണ്ട്. കൃഷിക്കാരൻ്റെ ഭൂമി പറയുമ്പോൾ ഉടമസ്ഥൻ അത് ദൈവം തന്നെയാണ്. അതാണ് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ. മുന്തിരിത്തോട്ടമോ അത് ഇസ്രായേലാണ്. അപ്പോൾ ആ ഇസ്രായേൽ ജനതയും ദൈവവും അത് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഈ കൃഷിക്കാരുടെ സ്വഭാവത്തിൽ നമ്മെ ഒന്ന് കൊണ്ടുവന്നുകൊണ്ടാണ്. ഇസ്രായേലിൽ ധാരാളം നേതാക്കന്മാരുണ്ടായിരുന്നു. അവരാണ് ഈ കൃഷിക്കാരുടെ റോള് അഭിനയിക്കുന്നത് ഈ ഇസ്രായേലിലെ നേതാക്കന്മാരാണ്. ദൈവത്തിൻ്റെ സന്ദേശം നിരസിച്ചവരാണ് ഈ ഇസ്രായേലിലെ നേതാക്കന്മാർ. അവസാനം അവിടെ കാണുന്നത് സ്വന്തം പുത്രനായ യേശുവിനെ പോലും തിരസ്കരിക്കുക, അവസാനം യേശുവിനെ പീഡിപ്പിക്കുക, കൊല്ലുക, ഇതെല്ലാം ഈ ഇസ്രായേൽ നേതാക്കന്മാർ ചെയ്ത കാര്യമായിട്ട് ഇവിടെ ഈ ഉമ്മയിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. യേശുവിനെ തിരസ്കരിച്ചവർ. അപ്പം നാം വിളിക്കപ്പെട്ടിരിക്കുന്ന ക്രിസ്ത്യാനികളാണെന്ന് നമ്മെ പഠിപ്പിക്കുമ്പോൾ വിശ്വസ്തതയുള്ള ഒരു സേവകൻ്റെ തുല്യമായിരിക്കണം നമ്മൾ എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഈ ഭൂമിയിലുള്ളതെല്ലാം ദൈവമഹത്വത്തിന് വേണ്ടി സംരക്ഷിക്കാനായി നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ ഭൂമിയുടെ കൂടി സംരക്ഷകരാണ് നമ്മൾ. അങ്ങനെയെങ്കിൽ അത് ദൈവത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മുടെ ഈ സംരക്ഷണം നമ്മൾ ഈ ഭൂമിയിൽ കണ്ടെത്തുന്നത് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ വീതം പോലും കൊടുക്കാൻ മനസ്സില്ലാതെ പഴങ്ങൾ ശേഖരിക്കാൻ വന്ന ആ ഉടമസ്ഥൻ്റെ ആ ആശയങ്ങളോട് എതിർത്തുകൊണ്ട് പ്രവർത്തിച്ച അവരെ കർത്താവ് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ഇസ്രായേൽ നേതാക്കന്മാർ തൻ്റെ പുത്രനായ ഈശോ മിശിഹായെ പീഡിപ്പിക്കുകയും അവസാനം കുരിശിൽ തറയ്ക്കുകയും കൊല ചെയ്യുകയും ചെയ്തിട്ടുള്ള ചരിത്രത്തിൻ്റെ ഒരു മുൻകൂട്ടിയുള്ള ഓർമ്മപ്പെടുത്തൽ. ഈ ചിന്തകൾ ഈ ഉപമയിലൂടെ വരുമ്പോൾ നമുക്കും ആത്മാർത്ഥമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത് ദൈവത്തിൻ്റെ മക്കളെന്ന രീതിയിൽ വിശ്വസ്ത ശുശ്രൂഷികളായിത്തീരാൻ നമുക്ക് സാധിക്കണം. ദൈവമക്കളെ പോലെ നമ്മൾ പ്രവർത്തിക്കണം, ജീവിക്കണം. അപ്പോൾ ദൈവത്തിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ദൈവത്തിന് സമർപ്പിക്കാനുള്ള നല്ല മനസ്സ് നമ്മൾ ഉണ്ടാകുന്നതിന് നമുക്ക് ആഗ്രഹിക്കാം. നമ്മുടെ കർത്താവ് ശംസിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ ജാവർ പിതാവിൻ്റെ സംരക്ഷണം ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.